ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, ഏവർക്കും ഇന്ന് മകരച്ചൊവ്വയാണ്. ആ ജഗദംബയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഏവർക്കും ലഭിക്കട്ടെ, ആ അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ് തുടങ്ങാം. ദേവീനാരായണീയം ദശകം 15 സുദർശന കഥ. ദേവീ ദർശനം. ദശകം 14 സുദർശന കഥ ഭരദ്വാജ ആശ്രമ പ്രവേശമായിരുന്നു. സുദർശനൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചതായിരുന്നു. ഇന്ന് സുദർശന കഥ. ആ സുദർശനന് ദേവി നല്ലൊരു ദർശനം കൊടുത്തു. അതിനെയാണ് ഈ ദശകത്തിൽ വിസ്തരിക്കുന്നത്. ജഗജ്ജനനിയായ അമ്മയുടെ അപദാനങ്ങളെ ഭക്തോത്തമനായ ശ്രീ പാലേരി നാരായണ നമ്പൂതിരിയുടെ വാക്കുകളിലൂടെ ദേവീ നാരായണീയം എന്ന രൂപത്തിൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജഗദംബ സുദർശനം കൊടുക്കുന്നു സുദർശനന്. ആ ഭാഗം അതാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുദർശനന്റെ ഏറ്റവും അത്ഭുതകരമായ ഭക്തിഭാവത്തിന്റെ കഥ, ദേവി തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്ന കഥ, അതാണ് 15ാമത്തെ ദശകം. ദേവി ഭാഗവതത്തിന്റെ സാരസംഗ്രഹമായ ദേവി നാരായണീയം അമ്മയുടെ അപദാനങ്ങളെ ഉച്ചൈസ്തരം ഘോഷിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചൈസ്തരം പ്രകീർത്തിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ദശകം 15 സുദർശന കഥ ദേവീ ദർശനം. ശ്ലോകങ്ങൾ 1, 2, 3, 4, 5. ഈ 5 ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം, അതിനുശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. ദേവീ നാരായണീയം ദശകം 15 സുദർശന കഥ ദേവീ ദർശനം. ശ്ലോകം 1 പാരായണം. ഏവം തവൈവ കൃപയാ മുനിവർയശീതഛായാശ്രിതോ ഹതഭയ സസുദർശനോയം
വേദധ്വനിശ്രവണപൂതഹൃദാശ്രമാന്തെ സമ്മോദയൻ മുനിജനാൻ വവൃധേ കുമാരഃ. ശ്ലോകം 2. ആബാല്യമേഷ മുനിബാലകസംഗമേന ക്ലീം ക്ലീം ഇതീശ്വരി സദാ തവ ബീജമന്ത്രം തത്രോച്ചചാര കൃപയാസ്യ പുരഃ കദാചിദാവിർബഭൂവിധ നതം തമഭാഷധാശ്ച. ശ്ലോകം 3. പ്രീതാസ്മിതേ സ്വത ജഗജ്ജനനീമിവ പ്രീതാസ്മിതേ സ്വത ജഗജ്ജനനീമവേഹി മാം സർവകാമവരദാം തവ ഭദ്രമസ്തു. ചന്ദ്രാനനാം ശശികലാം വിമലാം സുബാഹോഃ കാശീശ്വരസ്യ തനയാം വിധിനോദ്വഹ ത്വം. ശ്ലോകം 4. നഷ്ടാ ഭവേയുരചിരേണ തവാരിവർഗാ രാജ്യം ച യൈരപഹൃതം പുനരേഷ്യസി ത്വം. മാതൃദ്വയേന സചിവൈശ്ച സമം സ്വധർമാൻ കുര്യാഃ സദേതി സമുദീര്യ തിരോദധാതഃ. ശ്ലോകം 5. സ്വപ്നേ ത്വയാ ശശികലാ കഥിതാസ്തി ഭാരദ്വാജാശ്രമേ പ്രഥിതകോസലവംശജാതഃ ധീമാൻ സുദർശന ഇതി ധ്രുവസന്ധിപുത്ര ഏനം പതിം വൃണു തവാസ്തു ശുഭം സദേതി. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 1 പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. ആദ്യം നമുക്ക് പദച്ഛേദം നോക്കാം. ഏവം തവ ഏവ കൃപയാ മുനിവർയ ശീതച്ഛായാശ്രിതഃ ഹതഭയഃ സഹ സുദർശനഃ അയം വേദധ്വനിശ്രവണപൂതഹൃദ് ആശ്രമാന്തെ സമ്മോദയൻ മുനിജനാൻ വവൃധേ കുമാരഃ. അന്വയം അർത്ഥവും നോക്കാം. ഏവം തവ ഏവ കൃപയ, ഏവം തവ ഏവ കൃപയ, ഇപ്രകാരം അവിടുത്തെ കൃപയാൽ തന്നെ. കുമാരഃ സഹ അയം സുദർശനഃ, കൗമാരം വിടാത്ത ഈ സുദർശനൻ, കൗമാരം വിട്ടിട്ടില്ല ആ സുദർശനൻ. ആശ്രമാന്തേ, ഏതാശ്രമത്തിലെ? ഭരദ്വാജന്റെ ആശ്രമത്തിൽ. മുനിവര്യ ശീതഛായാശ്രിത, ആ മുനിവര്യന്റെ ശീതളഛായയെ ആശ്രയിച്ച് ഹതഭയ, നിർഭയനായി യാതൊരു ഭയവും കൂടാതെ വേദധ്വനിശ്രവണപൂതഹൃദ്, വേദമന്ത്രധ്വനി കേട്ട് പരിപൂത ചിത്തനായി, അതായത് പരിശുദ്ധ ചിത്തനായി, മുനിജനാൻ സമ്മോദയൻ, മുനിജനങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വവൃദ്ധേ, അവിടെ ആ ആശ്രമത്തില് സുദർശനൻ വളർന്നു വന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. പ്രബലനാണ് യുധാജിത്ത്. ആ യുധാജിത്തിന് പോലും അദൃശ്യനായിരുന്നു ഭരദ്വാജമുനി. ഭരദ്വാജമുനിയെ അദ്ദേഹത്തിന് കാണാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആ മുനിയുടെ ശീതളഛായയിൽ യാതൊരു ഭയവും കൂടാതെ നിർഭയനായി സുദർശനൻ ജീവിച്ചു പോന്നു. ആ ആശ്രമത്തിലെ വേദമന്ത്രധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരിക്കും. ആ വേദമന്ത്രധ്വനി മുഴങ്ങി കേൾക്കുന്നതാണ്. അങ്ങനെ ആർഷവും ആധ്യാത്മികവുമായ ഒരു അന്തരീക്ഷം ആധ്യാത്മികമായിട്ട് ലഭിക്കുമ്പോൾ അവിടെ വളരുന്ന ഏതൊരു മനുഷ്യനും ആധ്യാത്മികമായിട്ട് മുന്നേറും. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് സുദർശനൻ വളർന്നു വന്നത്. ആ കുമാരന്റെ സ്വഭാവശുദ്ധി കണ്ട് അവിടെയുള്ള മുനിജനങ്ങളെല്ലാം അത്യധികം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഏവം തവ ഏവ കൃപയാ, ഭഗവതിയോട്
ഭഗവതിയുമായി സംവദിച്ചുകൊണ്ട്, അമ്മയുമായി സംസാരിച്ചുകൊണ്ടാണ് ഈ സ്തോത്രകാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. എങ്ങനെ? അമ്മയുടെ കൃപ കൊണ്ട് തന്നെ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ കുമാരഹ സഹ അയം സുദർശന, ആ കുമാരനായ, കൗമാരദശ വിടാത്ത ആ സുദർശനൻ ആശ്രമാന്തേ, ഭരദ്വാജാശ്രമത്തിൽ ഭരദ്വാജൻ എന്ന മുനിവര്യന്റെ സംരക്ഷണമാകുന്ന ശീതളഛായയിൽ ഹതഭയ, നിർഭയനായി ജീവിക്കുന്നു. എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? വേദധ്വനി ശ്രവണബോധഹൃദ്, വേദമന്ത്രങ്ങളുടെയൊക്കെ ധ്വനി കേട്ട് അതൊക്കെ ശ്രവിച്ച് മനസ്സ് പരിബോധമായി തീർന്നു, മനസ്സ് വളരെ പരിശുദ്ധമായി തീർന്നു സുദർശനന്റെ. അങ്ങനെ മുനിജനാൻ സമ്മോദയൻ വവൃധേ, അവിടെയുള്ള ആ മുനിജനങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് സുദർശനൻ വളർന്നു വന്നു. പ്രബലനാണ് യുധാജിത്ത്, അദ്ദേഹത്തിന് പോലും അദൃശ്യനായിരുന്നു ഭരദ്വാജ മുനി. ആ മുനിയുടെ ശീതളഛായയിൽ ഒരു ഭയവുമില്ലാതെ, ഭയം ലേശം പോലും ഇല്ലാതെ സുദർശൻ അവിടെ ജീവിച്ചു പോന്നു. ആ ആശ്രമത്തിൽ സദാ മുഴങ്ങിക്കേൾക്കുന്ന വേദ മന്ത്രധ്വനിയൊക്കെ ശ്രവിച്ച് സുദർശനൻ അങ്ങനെ വളർന്നു വന്നു. ഭരദ്വാജ ആശ്രമത്തിൽ ഭയം കൂടാതെയാണ് സുദർശനൻ വളർന്നു വരുന്നത്. അങ്ങനെ ആർഷവും ആധ്യാത്മികവുമായ അന്തരീക്ഷത്തിൽ വളർന്ന സുദർശനൻ അവിടെയുള്ള മുനിജനങ്ങൾക്കൊക്കെ സന്തോഷം നൽകിക്കൊണ്ട്, കുമാരനായ സുദർശനന്റെ സ്വഭാവശുദ്ധിയൊക്കെ കണ്ട് ആ മുനിജനങ്ങള് അത്യധികം സന്തോഷിച്ചു. ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്നു വരുന്നത് ആധ്യാത്മികമായിട്ടുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ അങ്ങനെ വളരുന്ന ആ കുട്ടിയിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവും. അതുപോലെയാണ് ഇവിടെ സുദർശനന്റെ വളർച്ച. ആ സുദർശനന്റെ വളർച്ച വളരെ സന്തോഷപൂർവം മുനിജനങ്ങൾ ആസ്വദിച്ചു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം 2 പദച്ഛേദം നോക്കാം. ആ ബാല്യം ഏഷഃ മുനിബാലക സംഗമേന ക്ലീം ക്ലീം ഇതി ഹേ ഈശ്വരി സദാ തവ ബീജമന്ത്രം തത്ര ഉച്ചചാര കൃപയാ അസ്യ പുരഃ കദാചിത് ആവിർബഭൂവിധ നതം തം അഭാഷതാഃ ച. അന്വയം: അല്ലയോ ഈശ്വരി, ഹേ ഈശ്വരി, തത്ര ഏഷഃ, അവിടെ വെച്ച്, എവിടെയാണ്? ആശ്രമത്തില് അല്ലെ? ആ സുദർശനൻ ബാല്യം മുതൽ മുനിബാലക സംഗമേന, മുനികുമാരന്മാരുടെ സംഗമം നിമിത്തം സദാ ക്ലീം ക്ലീം ഇതി, എല്ലായ്പ്പോഴും ക്ലീം ക്ലീം എന്നിങ്ങനെ തവ ബീജമന്ത്ര, അവിടുത്തെ ബീജമന്ത്രം ഉച്ചചാര, വളരെ ഉച്ചത്തിൽ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. ത്വം കൃപയാ കദാചിത്, അവിടുന്ന് കൃപാതിരേകത്താൽ ഒരിക്കൽ അസ്യ പുരഃ, ഇവന്റെ മുമ്പിൽ ആവിർബഭൂവിധ, പ്രത്യക്ഷയായി. ആ സുദർശനന്റെ മുൻപിൽ ദേവി പ്രത്യക്ഷയായി. നതം തം, നമസ്കരിച്ച ആ ദേവി പ്രത്യക്ഷയായപ്പോൾ നമസ്കരിച്ച ആ സുദർശനനോട് അഭാഷതാഃ ച, ഇപ്രകാരം പറയുകയും ചെയ്തു. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഹേ ഈശ്വരി ഏഷഃ, അവിടെ വെച്ച്, ആ ആശ്രമത്തിൽ വെച്ച് ഈ സുദർശനൻ ആ ബാല്യം മുതൽക്ക് തന്നെ മുനിബാലക സംഗമേന, മുനികുമാരന്മാരുമായിട്ടുള്ള ആ സംഗമം കൊണ്ട് എല്ലായ്പ്പോഴും ക്ലീം 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 എന്ന് വളരെ ഉച്ചത്തിൽ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. ആശ്രമത്തിലുള്ള മുനിബാലകന്മാർ ജപിക്കുന്നത് ശ്രവിച്ചുകൊണ്ടാണ് സുദർശനനും ജപിച്ചത്. ക്ലീം എന്നത് ദേവിയുടെ ബീജമന്ത്രമാണ്. ആ ബീജമന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു സുദർശനൻ. അതുകൊണ്ട് ത്വം കൃപയാ കദാചിത്, അവിടുത്തെ ആ ദേവിയുടെ കൃപാതിരേകം കൊണ്ട്, സുദർശനന്റെ കഴിവ് കൊണ്ടല്ല, നേരെ മറിച്ച് ദേവിയുടെ കഴിവും കൃപയും കൊണ്ട് ഒരു നാൾ ആവിർബഭൂവിധ, ദേവിയുടെ കൃപാതിരേകത്താൽ ഒരിക്കൽ ആ സുദർശനന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷയായി. നതം തം, തന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലനോട് അഭാഷതാഃ ച, ദേവി ഇപ്രകാരം പറഞ്ഞു. ദേവ്യാനുഗ്രഹത്തിന്റെ ആ കാറ്റ് വീശിത്തുടങ്ങി.
അതുകൊണ്ട് ജീവിതത്തിന്റെ വഞ്ചി അതിവേഗം കരയോടടുക്കും. സംസാര സാഗരം കടക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും തുഴക്കാരാക്കിയാൽ നമ്മുടെ ഈ ശരീരമാകുന്ന തോണി സംസാര സാഗരത്തിലേക്ക് ഇറക്കുമ്പോൾ അവിടെ ഗുരുനാഥന്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തിന്റെ കാറ്റ് വീശും. അങ്ങനെ കാറ്റ് വീശിയാൽ ജീവിതമാകുന്ന വഞ്ചി അതിൻ്റെ വേണ്ട സ്ഥാനത്തേക്ക് എത്തും. ഭഗവാന്റെ അനുഗ്രഹമാകുന്ന കാറ്റ് എന്നാണ് അതിനെ പറയുക. ആ ഗുരുനാഥനാകുന്ന അമരക്കാരൻ വേണ്ട വിധത്തിൽ നയിക്കാൻ ഉണ്ട് എങ്കിൽ ഈശ്വരാനുഗ്രഹത്തിന്റെ കാറ്റ് ആ ജീവിതമാകുന്ന വഞ്ചിയെ വേണ്ടതുപോലെ വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ സ്പഷ്ടമാക്കുന്നത്. ഇവിടെ സ്പഷ്ടമാക്കുന്ന പല പല കഥകളുണ്ട്. ഇങ്ങനെ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന കഥകൾ ഒരുപാടുണ്ട്. പല കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുദർശനന്റെ കഥ. അനാഥനാണ് സുദർശനൻ, അല്ലേ? പിതാവ് നേരത്തെ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ സുദർശനൻ എന്ന ആ ബാലൻ എവിടെയാണ് വന്നെത്തിയത്? ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ. സുഹൃത്തുക്കൾ ആ ബാലന്റെ അതായത് സുഹൃത്തുക്കളായിട്ട് വന്നിരിക്കുന്നത് ആ ആശ്രമത്തിലുള്ള മുനികുമാരന്മാർ. അവിടെ നിന്ന് കേൾക്കുന്നതോ വേദമന്ത്ര ധ്വനികൾ. മുനികുമാരന്മാർ ഉച്ചരിക്കുന്ന ആ ക്ലീം ക്ലീം ദേവിയുടെ ആ ബീജമന്ത്രമാണ് സുദർശനന് കേൾക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ബാലനായ സുദർശനനും അങ്ങനെ ക്ലീം 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 എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. സുദർശനന്റെ ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തിത്തുടങ്ങി. ക്ലീം എന്നത് ദേവിയുടെ കാമരാജ മന്ത്രമാണ്. ഈ മന്ത്രം സുദർശനൻ എന്താ ചെയ്തത്? നിരന്തരമായി ജപിച്ചു. അങ്ങനെ നിരന്തരമായി ജപിച്ചതിനാൽ ദേവി അവനിൽ പ്രസാദിച്ചു, ദേവി അവനെ അനുഗ്രഹിച്ചു. ദേവി കൃപാതിരേകത്താൽ സുദർശനന്റെ മുമ്പിൽ ഒരു ദിവസം പ്രത്യക്ഷയായി. ദേവി സുദർശനന് സുദർശനത്തെ കൊടുത്തു എന്നാണ് പറയുന്നത്. വളരെ നല്ല ഒരു ദർശനത്തെ നൽകി. തൻ്റെ ആ സ്വരൂപത്തെയാണ് ദേവി കാണിച്ചു കൊടുത്തത് സുദർശനന്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 3, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം: പ്രീത അസ്മി തേ ഹേ സുത ജഗജ്ജനനീ അവേഹി. ഹേ സുത അവേഹി മാം സർവകാമവരദാം തവ ഭദ്രം അസ്തു ചന്ദ്രാനനാം ശശികലാം വിമലാം സുബാഹോഃ കാശീശ്വരസ്യ തനയാം വിധിന ഉദവഃ ത്വം. അന്വയാർത്ഥം നോക്കാം. ഹേ സുത, ഇവിടെ ദേവി സുദർശനനെ തൻ്റെ മകനെ പോലെ ആണ് വിളിക്കുന്നത്. തേ പ്രീത അസ്മി. എങ്ങനെയാണ് വിളിച്ചത്? അല്ലയോ മകനെ, ഹേ പുത്ര, നിന്നിൽ ഞാൻ പ്രീതയായി. മാം സർവകാമവരദാം, ഞാൻ സർവാഭീഷ്ടപ്രദായിനിയായ ജഗജ്ജനനീം അവേഹി, ലോകമാതാവാണെന്ന് അറിയൂ. തവ ഭദ്രം അസ്തു, നിനക്ക് നന്മ വരട്ടെ, മംഗളം വരട്ടെ. ത്വം ചന്ദ്രാനനാം, നീ ചന്ദ്രമുഖിയും വിമലാം നിർദോഷയും കാശീശ്വരസ്യ സുബാഹോഹോ, കാശിരാജാവായ സുബാഹുവിൻ്റെ തനയാം ശശികലാം, പുത്രിയുമായ ശശികലയെ വിധിന ഉദ്വഹ, വിധിയാംവണ്ണം വിവാഹം ചെയ്യും. ഈ ശ്ലോകത്തിന്റെ വിവരണം: ജഗന്മാതാവാണ് ദേവി, അല്ലെ? ആ ദേവി സുദർശനന്റെ മുമ്പിൽ പ്രത്യക്ഷയായിട്ട് മകനേ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് സംഭാഷണം തുടങ്ങിയത് എന്ന് പറയുന്നു. എന്ത് നല്ലൊരു ഭാഗ്യമാണ് അല്ലേ ലഭിച്ചത് സുദർശനന്. ഹേ പുത്ര, ഹേ പ്രീതാസ്മി, ഞാനിതാ നിന്നിൽ സംപ്രീതിയായിരിക്കുന്നു. ഞാൻ സർവാഭീഷ്ടവരപ്രദായിനിയായിരിക്കുന്ന ലോകമാതാവാണ് എന്ന് നീ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആ ലോകമാതാവ് പറയുകയാണ്: ത്വം ചന്ദ്രാനനാം ശശികലാം വിമലാം സുബാഹോഹോ. ചന്ദ്രമുഖി, അതായത് സുന്ദരി, നിർമ്മലയായ, നിർദോഷയായ, നിഷ്കളങ്കയായ കാശീശ്വരസ്യ സുബാഹോഹോ, കാശിരാജാവായിരിക്കുന്ന സുബാഹുവിൻ്റെ തനയാം പുത്രിയായ ശശികലാം, ശശികലയെ വിധിന ഉദ്വഹ, വിധിയാംവണ്ണം
വിവാഹം ചെയ്തോളൂ എന്ന് ദേവി സുദർശനനോട് പറയുന്നു. ഇതെല്ലാം പ്രത്യക്ഷയായിട്ട് നേരിൽ പറയുന്നതാണ്. ആ സുദർശനന്റെ ഒരു ഭാഗ്യം നോക്കൂ. ജഗത്തിന്റെ മാതാവായ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സുദർശനനെ സംബോധന ചെയ്യുന്നത് തന്നെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മകനെ എന്നാണ് സംബോധന ചെയ്തുകൊണ്ടാണ് ആ ദേവി സംഭാഷണം തുടങ്ങിയത് തന്നെ. നാം എല്ലാവരും ആ ജഗജ്ജനനിയുടെ മക്കളാണ്. സുദർശനന് ഭാവി ക്ഷേമം ഉണ്ടാവാൻ വേണ്ട ഒരു വഴി ദേവി കാണിച്ചു കൊടുത്തു. എന്താണ് കാണിച്ചു കൊടുത്തത്? കാശി രാജാവിന്റെ പുത്രിയായ ശശികലയെ വിവാഹം ചെയ്യൂ എന്നാണ് ദേവി അവിടെ പറയുന്നത്. അങ്ങനെ കാശിരാജപുത്രിയായ ശശികലയെ വിവാഹം ചെയ്യുക വഴി എല്ലാ അഭീഷ്ടങ്ങളും നിറവേറും എന്ന് ദേവി അവിടെ അരുളി ചെയ്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 4. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം: നഷ്ടാഹ ഭവേയുഃ അചിരേണ തവ അരിവർഗാഃ രാജ്യം ച യൈഃ അപഹൃതം പുനഃ ഏഷ്യസി ത്വം മാതൃദ്വയേന സചിവൈഃ ച സമം സ്വധർമാൻ കുര്യാഃ സദാ ഇതി സമുദീര്യ തിരോദധാഥ. അന്വയം നോക്കാം. തവ അരിവർഗാഃ, ദേവി പറയണു നിന്റെ ശത്രുവർഗങ്ങള്, അചിരേണ നഷ്ടാഹ ഭവേയുഃ, ഏറെ താമസിയാതെ തന്നെ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകും. യൈഹി അപഹൃതം രാജ്യം, അവർ തട്ടിയെടുത്തിട്ടുള്ള രാജ്യം ഉണ്ടല്ലോ, ത്വം പുനഃ ഏഷ്യസീച, നിനക്ക് അധീനമാവുകയും ചെയ്യും. മാതൃദ്വയേന സജീവൈഹീച, ഇവിടെ മാതൃദ്വയേന, ദ്വയം രണ്ടമ്മമാരോടും മന്ത്രിമാരോടും, സമം സ്വധർമാൻ സദാ കുര്യാഹ, കൂടെ സ്വധർമ്മങ്ങൾ എന്നും അനുഷ്ഠിക്കൂ. ഇതി സമുദീര്യ തിരോദധാഥ, എന്നിങ്ങനെ അരുളി ചെയ്ത് ആ ജഗദംബ അവിടുന്ന് മറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ വിവരണം സുദർശനന് ലഭിക്കാൻ പോകുന്ന ആ നന്മകളെ ദേവി മുൻകൂട്ടി തന്നെ അരുളി ചെയ്യുന്നു. അത് സൂചിപ്പിച്ചു കൊടുക്കുകയാണ് സുദർശനന് ലഭിക്കാൻ പോകുന്ന നന്മകള്. തവ അരിവർഗാഹ, നിന്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? ശത്രുജിത്തും യുധാജിത്തും ഒക്കെ. അവർ നേതൃത്വം നൽകുന്നു അല്ലെ ഓരോന്നിനും. അവർക്കൊക്കെ അധികം താമസിയാതെ തന്നെ അവരൊക്കെ അധികം താമസിയാതെ തന്നെ നശിച്ചു പോകും. അചിരേണ നഷ്ടാഹ ഭവേയുഃ, ഏറെ താമസിയാതെ അവർ നശിച്ചു പോകും. യൈഹി അപഹൃതം രാജ്യം, അവർ തട്ടിയെടുത്തിട്ടുള്ള രാജ്യമൊക്കെ ഉണ്ടല്ലോ, നിനക്ക് നഷ്ടപ്പെട്ട ആ രാജ്യമൊക്കെ തിരിച്ചു കിട്ടും. ആ രാജ്യം അധീനമാവുകയും ചെയ്യും നിനക്ക്. ഇങ്ങനെ പലതും ദേവി പ്രത്യക്ഷപ്പെട്ട് തന്നെ പറയുകയാണ്. ആ രണ്ടമ്മമാരുണ്ടല്ലോ, രണ്ടമ്മമാരാരൊക്കെയാണ്? മനോരമ, ലീലാവതി. നിന്റെ അമ്മ മനോരമയാണ്, എങ്കിലും ശത്രുജിത്തിന്റെ അമ്മയും കൂടി ആയ ലീലാവതി, അതും ഒരമ്മ തന്നെയാണ്. അപ്പോ ഈ രണ്ട് അമ്മമാരും അവരോടുകൂടി നീ വേണ്ടതുപോലെ രാജ്യം നോക്കണം. രണ്ടമ്മമാരെയും വേണ്ടതുപോലെ സംരക്ഷിക്കണം. രണ്ടമ്മമാരോടും മന്ത്രിമാരോടും കൂടി സമം സ്വധർമാൻ കുര്യാഹ സദേതി, തൻ്റെ ധർമ്മങ്ങള് എന്നും അനുഷ്ഠിക്കുക. നിന്റെ ധർമ്മത്തെ വേണ്ടതുപോലെ അനുഷ്ഠിക്കുക. ലീലാവതിയെയും യുധാജിത്തിന്റെ സഹായികളായി നിന്നിരുന്ന മന്ത്രികളോടും എല്ലാവരോടും കൂടി അവരോടൊരിക്കലും നിനക്ക് ക്രോധം ഉണ്ടാവാൻ പാടില്ല. ക്രോധം എന്ന വികാരം ഒരു ഭക്തന് ചേർന്നതല്ല. അതുകൊണ്ട് എന്ന് മാത്രമല്ല, നല്ലൊരു രാജാവിന് രാഗാദിദ്വേഷങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് നിന്റെ ധർമ്മത്തെ വേണ്ടതുപോലെ അനുഷ്ഠിക്കുക, യഥാവിധി അനുഷ്ഠിക്കുക. ഇത്രയും പറഞ്ഞ് ദേവി അവിടുന്ന് അന്തർധാനം ചെയ്തു. ദേവി അവിടുന്ന് മറഞ്ഞു എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്ലോകം 5. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. ആദ്യം പദച്ഛേദം നോക്കാം.
സ്വപ്നേ ത്വയാ ശശികലാ കഥിതാ അസ്തി ഭരദ്വാജാശ്രമേ പ്രഥിതകോസലവംശജാതഃ ധീമാൻ സുദർശനഃ ഇതി ധ്രുവസന്ധിപുത്രഃ ഏനം പതിം വൃണു തവ അസ്തു ശുഭം സദാ ഇതി. അന്വയം: ത്വയാ ശശികല, അവിടുന്ന് ശശികലയോട്, അവിടുന്ന് അതായത് ദേവി, സ്വപ്നേ കഥിത, സ്വപ്നത്തിൽ പറഞ്ഞു, പ്രഥിത കോസലവംശജാതഃ, പ്രസിദ്ധമായ കോസലവംശത്തിൽ ജനിച്ചവനും, ധീമാൻ സുദർശനഃ ഇതി, ബുദ്ധിമാനും സുദർശനൻ എന്ന് നാമമുള്ളവനുമായ ധ്രുവസന്ധിപുത്രഃ, ധ്രുവസന്ധിപുത്രൻ ഭരദ്വാജാശ്രമേ അസ്തി, ഭരദ്വാജന്റെ ആശ്രമത്തിൽ, ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ഉണ്ട്. ഏനം പതിം വൃണു, ആ സുദർശനനെ പതിയായി നീ ഭരിച്ചാലും, തവ സദാശുഭം അസ്തു ഇതി, നിനക്ക് എല്ലായ്പ്പോഴും എന്നും നന്മ വരട്ടെ എന്ന് ദേവി അരുളി ചെയ്യുന്നു. ഈ ശ്ലോകത്തിന്റെ വിവരണം നോക്കാം. ഇവിടെ സുദർശനന് ദേവി നേരിട്ട് ദർശനം കൊടുത്താണ്, നേരിട്ട് പ്രത്യക്ഷയായി സുദർശനന് ദർശനം കൊടുത്തു അല്ലേ? സുദർശനനുമായി ചേരാൻ പോകുന്ന ശശികലയ്ക്കോ ദേവി സ്വപ്ന ദർശനമാണ് കൊടുത്തിരിക്കുന്നത്. ത്വയാ ശശികലാ കഥിതാസ്തി സ്വപ്നേഹി, സ്വപ്നത്തിലാണ് ദേവി പറയുന്നത്. പ്രഥിത കോസലവംശജാതഃ, പ്രസിദ്ധി പെറ്റ കോസലവംശത്തിൽ ജാതനായ ധീമാൻ സുദർശനഃ ഇതി, ബുദ്ധിമാനും, ധീമാൻ എന്ന് വെച്ചാൽ ബുദ്ധിമാൻ, ബുദ്ധിമാനും സുദർശനൻ എന്ന പേരുള്ളവനുമായ ധ്രുവസന്ധിപുത്രഃ, ധ്രുവസന്ധിപുത്രനായ ആ സുദർശനനെ, ഭരദ്വാജ ആശ്രമത്തിലാണ് സുദർശനൻ വളർന്നു വരുന്നത്, ആ സുദർശനനെ ഏനം പതിം വൃണു, പതിയായി വരിക്കുക. തവ സദാ ശുഭം അസ്തു ഇതി, നിനക്ക് എല്ലായ്പ്പോഴും മംഗളം ഭവിക്കട്ടെ, നിനക്ക് എല്ലായ്പ്പോഴും നന്മ ഉണ്ടാവട്ടെ, നന്മ വരട്ടെ. ഇവിടെ ധ്രുവസന്ധി എന്ന രാജാവിന്റെ പുത്രൻ സുദർശനൻ എന്നൊരു കോസല രാജകുമാരൻ ഭരദ്വാജാശ്രമത്തിലുണ്ട് എന്ന് മാത്രമേ ശശികലയ്ക്ക് മനസ്സിലായിട്ടുള്ളൂ. സുദർശനന്റെ മുമ്പിൽ പ്രത്യക്ഷയായ ദേവി ശശികലയുടെ മുമ്പിലും വന്നു. എങ്ങനെയാ വന്ന്? സ്വപ്നത്തില് അല്ലെ? സുദർശനനെയും ശശികലയെയും പരസ്പരം അനുരക്തനാക്കി തീർക്കാൻ ദേവി പ്രത്യക്ഷത്തിൽ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ സുദർശനന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷയായി ശശികലയ്ക്ക് സ്വപ്നത്തിലൂടെയും ദർശനം കൊടുത്തു. ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുക വഴി ശശികലയുടെ പിതാവായ സുബാഹുവിനെ അനുഗ്രഹിക്കുക, ആ ഉദ്ദേശം കൂടി ദേവിക്ക് ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും വിവാഹം നടത്തണം, ശശികലയുടെ പിതാവ് സുബാഹുവിനെ അനുഗ്രഹിക്കുകയും വേണം. ഇത് രണ്ടും ദേവിയുടെ ഉദ്ദേശമായിരുന്നു. ധ്രുവസന്ധി അപ്പൊ ഈ ശശികലയ്ക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ, സുദർശനൻ എന്നൊരു കോസല രാജകുമാരൻ, ആ രാജകുമാരൻ ആരനെ? ധ്രുവസന്ധി എന്ന രാജാവിന്റെ പുത്രൻ ഭരദ്വാജ ആശ്രമത്തിലുണ്ട് എന്ന് മാത്രമേ ശശികലയ്ക്ക് മനസ്സിലായിട്ടുള്ളൂ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ശ്രീ ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.